നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിൽ. വടക്കാഞ്ചേരിയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. രാത്രിയും പുലർച്ചെയും കാട്ടാനകൾ ഇറങ്ങിയത് അകമല താഴ്വരയിൽ. തൃശൂർ മുപ്ലിയിൽ തുടർച്ചയായി പുലിയിറങ്ങുന്നത് നാട്ടുകാരിൽ ഭീതി പടർത്തുന്നു. പകൽ സമയത്ത് പോലും പ്രദേശത്ത് പുലിയെ കാണുന്നതായി നാട്ടുകാർ. ഓൺലൈൻ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് ചേറ്റുപുഴ കണ്ണപുരം സ്വദേശി പ്രവീൺ മോഹൻ. പ്രതി 5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത് മൈ ക്ലബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ ആപ്പിലൂടെ. വിധവകളുടെയും അനാഥരുടെയും സംരക്ഷണമാണ് ദൈവം ഏറ്റവുമേറെ ഇഷ്ടപ്പെടുന്ന സൽപ്രവൃത്തിയെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാലക്കാട് കൊടുവായൂർ മേലെപ്പള്ളി ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് നിർധന കുടുംബങ്ങളിലെ 7 പെൺകുട്ടികൾക്ക് വിവാഹ സൗഭാഗ്യം. സമ്പത്തിന്റെ പേരിൽ പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങാനോ വൈകാനോ പാടില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കുതിരാൻ തുരങ്കം അറ്റകുറ്റപ്പണി മന്ദഗതിയിൽ. ദുരിതയാത്രയ്ക്ക് ടോൾ പിരിവും നൽകണം. ഇരട്ട തുരങ്കങ്ങളിൽ പാലക്കാട്ട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ ബലപ്പെടുത്തൽ പ്രവൃത്തികൾ പൂർത്തിയാകാൻ 2 മാസമെങ്കിലും വേണമെന്ന് നിഗമനം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പിറകിൽ അകമല താഴ്വരയിലാണ് സംഭവം. ഇന്നലെ രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമാണ് പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത്. വടക്കാഞ്ചേരി സ്വദേശിയും PWD കോൺട്രാക്ടറുമായ ഗോവിന്ദൻകുട്ടിയുടെ ഉൾപ്പെടെ 300-ലധികം വാഴകളും പ്ലാവുകളുമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ രാത്രി 8 മണിയോടെ തൂമാനം വെള്ളച്ചാട്ട പരിസരത്താണ് കാട്ടാനകൾ ആദ്യമിറങ്ങിയത്. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചതോടെ കാട്ടാനകൾ പട്ടാണിക്കാട് ഭാഗത്തേക്ക് മാറി. തുടർന്ന് ചെട്ടിയാർകുന്ന് സ്വദേശി ലോറൻസിൻ്റെ പുരയിടത്തിലെത്തിയ ആനകൾ തൊടിയിലെ പ്ലാവിൽ നിന്ന് ചക്ക പൊട്ടിച്ച് തിന്നുകയും പ്ലാവിൻ്റെ ചില്ലകൾ ഒടിക്കുകയും ചെയ്തു. നഗരസഭാ പ്രദേശമാണെങ്കിലും ചെട്ടിയാർകുന്ന് പ്രദേശത്തെ വഴികളിൽ വഴിവിളക്കില്ലാത്തതും നല്ല വഴികളില്ലാത്തതും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. അത് ഇന്നലെ രാത്രി മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടേക്ക് ആന വന്നിട്ടുണ്ടായിരുന്നു. അത് രാത്രിയിലായി ആരും അധികം അങ്ങനെ അറിഞ്ഞില്ല. പുലർച്ചെ ഇന്നലെ വന്ന സാധനം വേറെ ആളുകൾ അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വൈഫിനെ വിളിച്ചു വന്നു. വൈഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കണ്ടപ്പോൾ ഞാൻ ജോലിക്ക് പോയ സമയത്ത് പറഞ്ഞിങ്ങനെ ആന വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വലിയ ഇതിലുണ്ടാവില്ല, അത് അങ്ങനെ പോണതായിരിക്കും എന്ന് വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു വന്നു, ആന അവിടേക്കിന്നെ തിരിച്ച് വീടിൻ്റെ സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ലൈറ്റില്ല, റോഡുകൾ ക്ലിയർ അല്ല. പിന്നെ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ വഴികളുണ്ട്. ഫോറസ്റ്റ് വഴി അതേനെ വഴി വിട്ടിട്ട് ആ വഴി കൂടിയാണ് ഈ സാധനം ഇറങ്ങി വരുന്നത്. മറ്റേ ഈ ടവറിൻ്റെ ലൈനിന് വേണ്ടിയിട്ട് ഈ റോഡ് വെട്ടിയിട്ടുണ്ട്. ആ റോഡിനനുസരിച്ചാണ് ഈ സാധനം ആ വഴി കൂടിയാണ് കാട്ടിൽ നിന്ന് ഈ സാധനം ഇറങ്ങി വരുന്നത്. അങ്ങനെ വന്ന് തിരിച്ച് പറമ്പിൽ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ പറമ്പിൽ ഇപ്പം ഞങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി മരങ്ങളും സകല സാധനങ്ങളും നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഒരു സാധനവും ഇല്ല. ചെട്ടിയാർകുന്നത്തു നിന്നും താഴെ ഇറങ്ങിയ ആനകൾ ഗോവിന്ദൻകുട്ടിയുടെ പൂവൻ വാഴത്തോട്ടം നിലംപരിചാക്കി 250-ലധികം വാഴകൾ ഒടിച്ചു തിന്നു. 4ഓളം ആനകൾ കൂട്ടത്തിലുണ്ടാകാമെന്ന് ഗോവിന്ദൻകുട്ടി പറയുന്നു. ഞാൻ നട്ടിരിക്കുന്ന 2 ഏക്കറോളം സ്ഥലത്ത് അതിൽ വാഴയുണ്ട്, പൂവൻ വാഴയാണ്, ഭൂരിപക്ഷം പൂവൻ വാഴയാണ്. അത് നനയുള്ളതാണ്. അത് ഒരു 200 വാഴ കൂടുതൽ ഒറ്റ രാത്രി കൊണ്ട് തിന്നുപോയി. ഒരു ആനയല്ല, ആവില്ല, 3-4 ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്രയും വാഴ നശിപ്പിക്കാറില്ല. അത് കൂട്ടം അങ്ങനെ എല്ലാം കട വരെ പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. വാഴാനി മുതൽ പട്ടാണിക്കാട് വരെ സോളാർ വേലി കെട്ടി കാടിനെയും നാടിനെയും വേർതിരിച്ചില്ലെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾ നാട് വിട്ടുപോകേണ്ട ഗതികേടിലാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിധവകളുടെയും യത്തീം മക്കളുടെയും സംരക്ഷണമാണ് ദൈവം ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സൽപ്രവൃത്തിയെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കൊടുവായൂർ മേലെപ്പള്ളി ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് നടന്ന നിർധനരായ 7 പെൺകുട്ടികളുടെ വിവാഹത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൺമക്കളുടെ വിവാഹം സമ്പത്തിന്റെ പേരിൽ വൈകാനോ നടക്കാതെ പോകാനോ പാടില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുന്നവരാണ് ദൈവത്തിന്റെ ഇഷ്ടദാസന്മാരെന്നും തങ്ങൾ പറഞ്ഞു. 5 മുസ്ലിം യുവതിയുവാക്കളുടെയും ഒരു ഹൈന്ദവ യുവതിയുടെയും യുവാവിൻ്റെയും വിവാഹ ചടങ്ങുകൾക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. വധൂവരന്മാർക്ക് സംഘാടകർ ഒരുക്കിയ സമ്മാനങ്ങളും കൈമാറി. മേലെപ്പള്ളി പ്രസിഡന്റ് മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. മുൻ MLA കളത്തിൽ അബ്ദുള്ള പൊതുചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേലെപ്പള്ളി രക്ഷാധികാരി AM ഹനീഫ, മൗലവി ഹബീബ് റഹ്മാൻ
സിറാജി, PT ഹംസ വൈസി, മുഹമ്മദ് ഇലിയാസ് സഖാഫി, സൈനുദ്ദീൻ മന്നാനി, N മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മുപ്പിളിയിൽ തുടർച്ചയായി പുലിയിറങ്ങുന്നത് നാട്ടുകാരിൽ ഭീതി പടർത്തുന്നു. പകൽ സമയത്ത് പോലും പ്രദേശത്ത് പുലിയെ കാണുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ രാത്രി മുപ്പിളിയിലുള്ള ഹാരിസൺ എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്ത് പുലിയെ കണ്ടിരുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന റിസാൽ എന്ന യുവാവാണ് റോഡിന് കുറുകെ ഓടി റബ്ബർ തോട്ടത്തിലേക്ക് കയറുന്ന പുലിയെ കണ്ടത്. റോഡിൽ നിൽക്കുകയായിരുന്ന പുലി വാഹനം കണ്ടതോടെ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഓടി കയറി പോവുകയായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് റിസാൽ തൻ്റെ മൊബൈലിൽ പകർത്തിയത്. സമീപ പ്രദേശങ്ങളായ കുണ്ടായി, ചക്കിപ്പറമ്പ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. ഇതേ പുലി തന്നെയാകാം റിസാലിൻ്റെ മൊബൈലിൽ പതിഞ്ഞതെന്നാണ് നാട്ടുകാരുടെ നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുൻ MLA-യും DCC പ്രസിഡന്റുമായിരുന്ന AV ഗോപിനാഥിന്റെ പിന്തുണയിൽ പ്രതീക്ഷയോടെ LDF, ആശങ്കയുമായി UDF. 2021 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപ് മാത്രം സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കുകയും തന്റെ പിന്തുണ LDF-ന് ആണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത AV ഗോപിനാഥിന്റെ നിലപാടിൽ പ്രതീക്ഷയും ആശങ്കയുമായി കഴിയുകയാണ് LDF, UDF മുന്നണികൾ. ഗോപിനാഥിന്റെ പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് വോട്ട് ചോരുമോ എന്ന ആശങ്കയും UDF പ്രവർത്തകർക്കിടയിലുണ്ട്. എന്നാൽ ഗോപിനാഥിന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ ആലത്തൂർ മണ്ഡലത്തിൽ അനായാസന വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് LDF. തൃശൂരിൽ നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാർ കത്തിനശിച്ചു. ഉച്ചയ്ക്ക് 12:30 തെച്ചിക്കോട്ടുകാവ് ദുർഗാഞ്ജലി ഹാളിന് സമീപമാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ക്ഷേത്രത്തിൽ നടന്നിരുന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയവരും ക്ഷേത്രം ജീവനക്കാരും ചേർന്ന് വെള്ളമൊഴിച്ച് തീ അണച്ചു. തീപിടുത്തമുണ്ടായ സമയത്ത് വാഹനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ചേത്തിപ്പുഴ കണ്ണപുരം സ്വദേശി പ്രവീൺ മോഹനെയാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. മൈ ക്ലബ്ബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ ആപ്പ് വഴി 5 കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് പ്രവീൺ മോഹൻ. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനും പ്രൊമോട്ടറും പ്രവീൺ മോഹനായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. MCT എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നൽകി 256 ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരികെ നൽകാമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുകയായിരുന്നു രീതി. നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തി. തൃശൂർ സിറ്റി സ്റ്റേഷനുകളിൽ മാത്രം 29 കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2021 MCTയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ FTL എന്നും ഗ്രൗണ്ട് ബക്സ് എന്നും പേരുമാറ്റി തട്ടിപ്പ് തുടരുകയായിരുന്നു. സുപ്രീം കോടതിയിൽ പ്രതി നൽകിയ ജാമ്യഹർജി തള്ളിയതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ബാറ്ററി മോഷ്ടിക്കുന്ന സംഘം പിടിയിൽ. മലപ്പുറം കാമ്പുറം കണക്കഞ്ചേരി ആലിപ്പറമ്പ് സ്വദേശി 24-കാരൻ മുഹമ്മദ് അഫ്സൽ, ചെറുപ്പുളശ്ശേരി ഇടയാറ്റിക്കൽ വീട്ടിൽ അനന്തു എന്നിവരെയാണ് മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ തേനൂരിൽ നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും ബാറ്ററി മോഷ്ടിക്കാൻ ശ്രമിക്കവെയാണ് ഇവർ പോലീസ് പിടിയിലായത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിക്ക് തേനൂരിൽ വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടിയത്. തേനൂരിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയിൽ നിന്നും ബാറ്ററി മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തവെയാണ് ഇവർ പിടിയിലായത്. ടിപ്പർ ഉടമയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയത്. മങ്കര പോലീസ് എത്തി ഇവർ സഞ്ചരിച്ച വാഹനം പിന്തുടർന്ന് പരിശോധിച്ചതിൽ 1-ൽ കൂടുതൽ ബാറ്ററികൾ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം പുറത്തായത്. ആദ്യം പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ പറഞ്ഞവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഒറ്റപ്പാലം, പട്ടാമ്പി, മങ്കര എന്നിവിടങ്ങളിൽ നിന്ന് പ്രതികൾ ബാറ്ററികൾ മോഷ്ടിച്ചതായി മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ ഇവർ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നും സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണെന്ന് മങ്കര പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുതിരാൻ തുരങ്കം അറ്റകുറ്റപ്പണി മന്ദഗതിയിൽ. നിർമ്മാണം വൈകുന്നു എന്ന് മാത്രമല്ല, ദുരിതമനുഭവിച്ച യാത്ര ചെയ്യുന്നതിനൊപ്പം ടോൾ പിരിവും നൽകണമെന്നതാണ് അവസ്ഥ. എന്ന് തീരുമെന്ന കൃത്യതയില്ലാതെ തുടരുകയാണ് കുതിരാൻ തുരങ്കത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ. ഇരട്ട തുരങ്കങ്ങളിൽ പാലക്കാട്ട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിൻ്റെ ബലപ്പെടുത്തൽ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവൃത്തി തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇനിയും പണികൾ പൂർത്തിയാകണമെങ്കിൽ 2 മാസമെങ്കിലും വേണമെന്നാണ് നിഗമനം. ജൂണിൽ തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. തുരങ്കത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇരുമ്പ് ആർച്ചുകൾ സ്ഥാപിച്ച് വെൽഡ് ചെയ്ത് കോൺക്രീറ്റിംഗ് നടത്തുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. അതേസമയം ജനുവരിയിൽ ആരംഭിച്ച പണികളിൽ പകുതി പൂർത്തിയായതായി നിർമ്മാണ കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുരങ്കത്തിൻ്റെ 962 മീറ്റർ ദൂരത്തിൽ പകുതി ഭാഗത്തെ നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി 400 മീറ്ററിലെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്.
ഒരു ദിവസം പരമാവധി 9 മീറ്റർ പണികളാണ് പൂർത്തിയാകുന്നത്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗത്തെ തുരങ്കം വഴി മാത്രമാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. അതിനിടെ സ്കൂൾ വാഹനങ്ങൾക്കുള്ള സൗജന്യം പിൻവലിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മാർച്ച് ആദ്യവാരം സ്കൂളുകൾക്ക് കമ്പനി കത്ത് നൽകിയിരുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ ടോൾ വാങ്ങാനാണ് നീക്കം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മങ്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1990-91 SLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. റോയൽ 91 എന്ന പേരിൽ നടന്ന സംഗമം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. 60ഓളം പൂർവ്വ വിദ്യാർത്ഥികളാണ് നീണ്ട 33 വർഷത്തിനു ശേഷം കലാലയമുറ്റത്ത് ഒത്തുചേർന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മങ്കര അധ്യക്ഷനായി. സിനിമാ സംവിധായകൻ വിനോദ് മങ്കര, സിനിമാ നടൻ മുരളി മങ്കര, ഉണ്ണി വിശ്വനാഥ്, പ്രധാന അധ്യാപിക അജിത എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ പൂർവ്വ അധ്യാപകരെയും ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം EP സുരേഷ്, പ്രധാന അധ്യാപിക അജിത, വാർഡംഗം ചന്ദ്രിക, പൂർവ്വ അധ്യാപകർ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകരെ മങ്കര താവളത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കലാലയമുറ്റത്തേക്ക് സ്വീകരിച്ചാനയിച്ചത്. സഹപാഠികളും അധ്യാപകരും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് സമാപനമായത്. തുടർന്ന് കലാപരിപാടികളും നടന്നു. നീണ്ട 33 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ആദ്യമായി ഈ അക്ഷരമുറ്റത്ത് ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുലമാഷ്, അതുപോലെ തന്നെ ഗുരുക്കന്മാർ, അതുപോലെ തന്നെ വിനോദ് മങ്കര, മുരളി മങ്കര, ഉണ്ണി വിശ്വനാഥ് എന്നീ വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൂടി ഇന്ന് ഈ സദസ്സിൽ ആദരിക്കാൻ ഒരു അവസരം കിട്ടി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുതുക്കോട് പുത്തിരിപ്പാടം സുന്നി ജമാഅത്ത് പള്ളിയിൽ നേർച്ചയാഘോഷം നടന്നു. ദഫ്മുട്ടിന്റെ അകമ്പടിയിൽ മാപ്പിളപ്പാട്ടിന്റെ ശീലുകൾ ഇഴചേർത്ത് വർണ്ണാഭമായിരുന്നു നേർച്ചയാഘോഷം. പുത്തിരിപ്പാടം സുന്നി ജമാഅത്ത് പള്ളിയുടെ നേതൃത്വത്തിലാണ് നേർച്ച ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ഉച്ചയ്ക്ക് ശേഷം 21 ദേശങ്ങളിൽ നിന്ന് ആനകളുടെയും വിവിധ വാദ്യതാളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പള്ളിയിലേക്ക് നേർച്ചവരവ് ആരംഭിച്ചു. പുതുക്കോട് കണ്ണമ്പ്ര പഞ്ചായത്തുകൾക്കൊപ്പം തന്നെ പഴയന്നൂർ പഞ്ചായത്തിൽ നിന്നും യുവജന സംഘടനകളുടെയും മറ്റും ആഭിമുഖ്യത്തിൽ നേർച്ചവരവ് പുത്തിരിപ്പാടം ജമാഅത്ത് പള്ളിയിലേക്കെത്തി. ചൂലിപ്പാടം, വെന്നൂർ, മാഞ്ചാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുമാണ് നേർച്ചവരവ് പതിവുള്ളത്. ഞായറാഴ്ച പുലർച്ചെ വിവിധ ദേശങ്ങളിൽ നിന്ന് നേർച്ചവരവ് പള്ളിയിലെത്തുന്നതോടുകൂടിയാണ് പുത്തിരിപ്പാടം നേർച്ചയാഘോഷത്തിന് സമാപനമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാഞ്ഞാൾ വിഷ്ണുമായ ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന തിറവെള്ളാട്ട് മഹോത്സവത്തിന് സമാപനമായി. സമാപന ദിവസമായ ഞായറാഴ്ച ക്ഷേത്രത്തിൽ പൂജാരി TK ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ മഹാരൂപക്കളം ഒരുക്കി. പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് മഹാരൂപക്കളം ഒരുക്കിയത്. പെരിങ്ങോട്ടുകര രാജേഷ് അയ്യന്റെ നേതൃത്വത്തിലാണ് മഹാരൂപക്കളവും മറ്റ് പ്രധാന ഭജനപ്പാട്ടും നടത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിൽ അന്നദാനവും വിവിധ കലാപരിപാടികളും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിൽ. വടക്കാഞ്ചേരിയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. രാത്രിയും പുലർച്ചെയും കാട്ടാനകളിറങ്ങിയത് അകമല താഴ്വരയിൽ. തൃശൂർ മുപ്ലിയിൽ തുടർച്ചയായി പുലിയിറങ്ങുന്നത് നാട്ടുകാരിൽ ഭീതി പടർത്തുന്നു. പകൽ സമയത്ത് പോലും പ്രദേശത്ത് പുലിയെ കാണുന്നതായി നാട്ടുകാർ. ഓൺലൈൻ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് ചേറ്റുപുഴ കണ്ണപുരം സ്വദേശി പ്രവീൺ മോഹൻ. പ്രതി 5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത് മൈ ക്ലബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ ആപ്പിലൂടെ. വിധവകളുടെയും അനാഥരുടെയും സംരക്ഷണമാണ് ദൈവം ഏറ്റവുമേറെ ഇഷ്ടപ്പെടുന്ന സൽപ്രവൃത്തിയെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ.
പാലക്കാട് കൊടുവായൂർ മേലേപ്പള്ളി ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് നിർധന കുടുംബങ്ങളിലെ 7 പെൺകുട്ടികൾക്ക് വിവാഹ സൗഭാഗ്യം. സമ്പത്തിന്റെ പേരിൽ പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങാനോ വൈകാനോ പാടില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കുതിരാൻ തുരങ്കം അറ്റകുറ്റപ്പണി മന്ദഗതിയിൽ. ദുരിതയാത്രയ്ക്ക് ടോൾ പിരിവും നൽകണം. ഇരട്ട തുരങ്കങ്ങളിൽ പാലക്കാട്ട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ ബലപ്പെടുത്തൽ പ്രവൃത്തികൾ പൂർത്തിയാകാൻ 2 മാസമെങ്കിലും വേണമെന്ന് നിഗമനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.